ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലത്തെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് നേരെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചൊരുക്കിക്കൊണ്ട് ഞങ്ങൾ നെടിയാണിക്ക് അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ അമ്പലം ഉച്ചപൂജ ആയതുകൊണ്ട് അടച്ചിട്ടേക്കുമായിരുന്നു. അരമണിക്കൂറോളം ഞങ്ങൾക്ക് വെളിയിൽ വെയിറ്റ് ചെയ്യേണ്ട വന്നായിരുന്നു അകത്ത് കയറി തൊഴാനായിട്ട്. അയ്യപ്പ ആണെങ്കിൽ ആ സമയം അത്രയും അടങ്ങിയിരുന്നിട്ടേ ഇല്ല. ഓരോ കുരുത്തക്കേട് തന്നെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. ഒരു കുരുത്തക്കേടിൽ നിന്ന് അടുത്ത കുരുത്തക്കേടിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓർത്ത് എന്നാൽ പിന്നെ ചുറ്റും കൊണ്ട് നടന്ന് തൊഴാം. അപ്പോൾ അയാൾ കുറച്ച് നേരം കുരുത്തക്കേട് ഇല്ലാതിരിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അയാളെയും കൊണ്ട് ചുറ്റും തൊഴാനായിട്ട് പോയി. അപ്പോൾ അയാൾക്ക് ആദ്യത്തെ കുറച്ച് സമയം അമ്പലത്തിൽ ചെന്നിട്ട് ആദ്യത്തെ കുറച്ച് സമയമുള്ള അയാൾക്ക് ഉടുപ്പിടുന്നത്. ഇങ്ങനെ തൊഴാൻ പോകുമ്പോഴത്തേക്കിനും അയാൾക്ക് ഉടുപ്പ് ഊരി തോളയിലിടണം. എന്നിട്ട് അങ്ങനെ തോളയിലൊക്കെ ഇട്ട് വലിയ ചേട്ടന്മാർ കൂട്ട് അയാൾ നടന്നു പോകുമായിരുന്നു. പിന്നെ അന്നേരം അയ്യപ്പൻ്റെ അടുക്കൽ നിന്ന് വിളക്കിൽ നിന്ന് കരിയൊക്കെ എടുത്ത് ഞങ്ങൾ ചേച്ചിയും ചേട്ടനും കുഞ്ഞും ഞങ്ങളെല്ലാവരും തൊട്ടിട്ടുണ്ടായിരുന്നു. അയ്യപ്പായ്ക്കാണെങ്കിൽ ഇങ്ങനെ നെറ്റിയിൽ തൊട്ട് കൊടുത്തിട്ട് നെഞ്ചത്ത് തൊട്ട് കൊടുക്കുമ്പോൾ അത് അയാൾക്ക് കാണണം. അതിനായിട്ടാണ് അയാൾ അങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നത്. കണ്ടോ, ചന്ദനം തൊട്ട് കഴിഞ്ഞിട്ട് അയാൾ പിന്നെയും കിടന്ന് ഓട്ടം തന്നെയായിരുന്നു. പിന്നെ അമ്പലമൊക്കെ തുറന്ന് കയറി തൊഴുത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണത്തിനെ വീട്ടിൽ പോകാൻ വിളിച്ചപ്പോൾ വരാതെ നിൽക്കുമായിരുന്നത്. അവിടെ നിന്ന് അയ്യപ്പായെ വിളിച്ചോണ്ട് പോകുന്നതിന് അയ്യപ്പായ്ക്ക് കയറിച്ചിരിക്കുക. ആൽത്തറയെങ്കിൽ ആൽത്തറ എന്ന് പറഞ്ഞ് അവിടെയും കയറി കുറച്ച് നേരം കിടന്നുകൊണ്ട് കളിച്ച് വീട്ടിലോട്ട് വിളിച്ചിട്ട് വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ രണ്ടിനെയും വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.